ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന പാഠഭാഗമാണ്. അപ്പോൾ 1ാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ പോയിട്ട് കാണുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. ഇവിടെ നമുക്ക് 3 പാഠഭാഗമാണുള്ളത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ഒരു ഇൻട്രൊഡക്ഷനും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത്. 1ാമത്തെ പാഠം മുതൽ നമ്മൾ വേറെ വീഡിയോയിൽ നോക്കും. അപ്പോൾ ഇവിടെ നല്ല ഒരു രസകരമായ ചിത്രമാണ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു കഥ താഴെ തന്നിട്ടുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. മഴക്കാലം. പുഴ നിറഞ്ഞൊഴുകുന്നു. പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ അടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ്. കുടയുടെ ശീലയും കമ്പികളിലുമെല്ലാം താഴെ കിടപ്പുണ്ട്. കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു, ദാ അക്കരയ്ക്ക് നോക്ക്, അവിടെ ഒരു നായ ഉറക്കെ കുരക്കുന്നത് കണ്ടില്ലേ? കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റിപ്പോവുകയും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടുന്നു ഉറപ്പാ. ഒരു മുൻകരുതലാവാന്ന് കരുതി. തോമസിന് ചിരി അടക്കാനായില്ല. ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കഥ നിങ്ങൾക്കറിയാമോ? പറയാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു തരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. കാരണമില്ലാത്ത ഭയം ചിലർക്കുണ്ടാകാറുണ്ട്. ശങ്കുണ്ണിയേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ്. അക്കരെ നിന്നു കുരക്കുന്ന പട്ടിയാണ് പ്രശ്നം. പുഴ വറ്റുകയും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടും എന്ന പേടിയാണ് അയാൾക്കുള്ളത്. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് നാം വിഷമിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ പേടി കാരണമില്ലാത്തതാണ് എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. അനാവശ്യമായ ചിന്തയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ഇതുപോലെ ഒരു കഥയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കഥകൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയെ കുറിച്ചിട്ടും ഇവിടെ നോക്കാം. കുറുപ്പിൻ്റെ ഉറപ്പ് എന്നതാണ് കഥയുടെ പേര്. കുറുപ്പ് മഹാമിടുക്കനായ അഭ്യാസിയാണ്. പക്ഷേ ബുദ്ധി അല്പം കമ്മിയാണെന്നൊരു കുറവ് മാത്രം. ഒരിക്കൽ കുറുപ്പ് പുളി പറിക്കാൻ പുളിമരത്തിൽ കയറി. പുളി പറിക്കുന്നതിനിടയിൽ കൈയൊന്ന് തെറ്റി കുറുപ്പ് താഴേട്ടു വീണു. പക്ഷേ വളരെ സമർത്ഥമായി ഇഷ്ടൻ ഒരു കമ്പിൽ കയറിപ്പിടിച്ച് പുളിയിൽ തൂങ്ങിക്കിടന്നു. അപ്പോഴാണ് ആനക്കാരൻ പാപ്പിയുടെ വരവ്. പുളിയിൽ തൂങ്ങിക്കിടക്കുന്ന കുറുപ്പിനെ കണ്ട് അയാളെ രക്ഷിക്കാൻ പാപ്പി ആനപ്പുറത്തു നിന്നെണീറ്റ് കുറുപ്പിൻ്റെ കാലിൽ പിടിച്ചു. കുറുപ്പിൻ്റെ കാലിൽ ശരിക്കൊന്ന് പിടിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആന നടന്നതിനാൽ പാവിക്കു കുറുപ്പിൻ്റെ കാലിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടുപേരും ഒന്നിച്ചായി തൂങ്ങൽ. ആ കിടപ്പിൽ പാപ്പി കുറുപ്പിനോട് പറഞ്ഞു, കുറുപ്പച്ച, കമ്പിയിലെ പിടിവിടല്ലേ? ഇല്ലട പാപ്പി, ജീവനുണ്ടെങ്കിൽ വിടില്ല. കുറുപ്പ് ഉറപ്പ് നൽകി. അല്പസമയം കഴിഞ്ഞപ്പോൾ പാപ്പി കുറുപ്പിനോട് ചോദിച്ചു, കുറുപ്പച്ചൻ എന്തുമാത്രം പുളി പറിച്ചു ഇന്ന്? ദേ ഇത്രയും, ഒരു കെട്ടു പുളി കാണും. കുറുപ്പ് കൈകൾ രണ്ടും വിട്ട് പുളിയുടെ അളവ് കാട്ടി. രണ്ടുപേരും കൂടി അതാ കിടക്കുന്നു താഴെ വീണ് നടുവ് നൊന്ത പാപ്പി കുറുപ്പിനോട് ഗൗരവത്തിൽ പറഞ്ഞു, അല്ലേലും കുറുപ്പിൻ്റെ ഉറപ്പല്ലേ ഉറപ്പ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതും ഇത്തരത്തിലുള്ള ഒരു കഥയാണ്. ഇനി ഇതിലെ 1ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് വായുവില്ലാത്ത ലോകം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും താങ്ക്